നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലൈംഗിക ബന്ധം ചിത്രീകരിച്ച് ദുബായിൽ 39കാരനെ കുടുക്കാൻ നോക്കിയ യുവതിക്ക് കിട്ടിയത് 8ന്റെ പണിയാണ്. സാധാരണ സമൂഹത്തിൽ നടന്നു വരുന്നത് തിരിച്ചാണ്. എങ്കിൽ ഈ യുവതിക്ക് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ഭീമമായ തുക നൽകിയില്ലെങ്കിൽ താനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി 22കാരി കുടുങ്ങിയിരിക്കുകയാണ്. ദുബായ് പ്രാഥമിക കോടതിയാണ് 39 വയസ്സുള്ള ബഹ്റൈൻ സ്വദേശിയുടെ പരാതിയിൽ യുവതിക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷത്തിലേറെ ബഹ്റൈൻ ദിനാർ, അതായത് ഏതാണ്ട് 3.75 കോടി രൂപയാണ് തൊഴിൽ രഹിതയായ മൊറോക്കൻ യുവതി ബഹ്റൈനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറായ വ്യക്തിയിൽ നിന്നും ആവശ്യപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇയാൾക്കൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു യുവതിയുടെ ഭീഷണി എന്നത്. ഇരയായ യുവതിയെ ഫോൺ വഴി ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പരാതി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 അൽഖ്വാസിസ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. സംഭവം നടക്കുന്നതിന് 2 ആഴ്ച മുമ്പാണ് കേസിലെ പ്രതിയായ യുവതിയെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ടതെന്ന് ഇരയായ വ്യക്തി കോടതിയിൽ പറയുകയുണ്ടായി. UAE-യിലാണ് താമസിക്കുന്നതെന്നും ബഹ്റൈനിലേക്ക് സന്ദർശനത്തിന് വരുന്നുണ്ടെന്നുമാണ് അവൾ പറഞ്ഞത്. ഒക്ടോബർ 6 അവൾ എന്നെ വിളിക്കുകയും ബഹ്റൈനിൽ അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും വാട്സാപ്പിൽ അയച്ചിരുന്നു. ഞാൻ അവിടെ പോവുകയും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാണ് ഇരയായ ബഹ്റൈൻ സ്വദേശി മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഒക്ടോബർ 11 യുവതിയുടെ ഫ്ളാറ്റിൽ വച്ചുള്ള പരാതിക്കാരനായ വ്യക്തിയുടെ നഗ്നചിത്രങ്ങൾ അയച്ചു നൽകുകയും ഇത്തരത്തിൽ വേറെയും ചിത്രങ്ങളുണ്ടെന്ന് പറയുകയും ചെയ്തു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ വീഡിയോയും ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നുവെന്നും യുവതി പറയുകയുണ്ടായി. 2 ലക്ഷം ബഹ്റൈൻ ദിനാർ തനിക്ക് നൽകിയില്ലെങ്കിൽ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിടുമെന്നായിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നത്. യുവതി വളരെ ബുദ്ധിപൂർവ്വം തന്നെ കുടുക്കിയതായിരുന്നുവെന്നും തന്നെ കണ്ടാൽ ആളുകൾ തിരിച്ചറിയുമെന്ന കാര്യം അവർ മുതലെടുക്കുകയായിരുന്നുവെന്നും ഇരയായ വ്യക്തി പബ്ലിക് പ്രോസിക്യൂഷനോട് പറയുകയുണ്ടായി. രഹസ്യമായി ക്യാമറകൾ സ്ഥാപിച്ച ശേഷമാണ് തന്നെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിച്ചതെന്നും ഇയാൾ പറഞ്ഞു. അങ്ങനെ യുവതിക്കെതിരെ ഇയാൾ ബഹ്റൈൻ സൈബർ ക്രൈം വിഭാഗത്തിൽ പരാതി നൽകിയിരുന്നു. ഒക്ടോബർ 24 സൈബർ ക്രൈം വിഭാഗത്തിലെ CID ഓഫീസർമാർ യുവതിയെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ യുവതി കുറ്റം സമ്മതിക്കുകയുണ്ടായി. വാട്സാപ്പിലെ സന്ദേശങ്ങൾ ഭീഷണിയുടെ തെളിവായി സ്വീകരിക്കുകയുണ്ടായി. കേസിൽ ഈ മാസം 26 ശിക്ഷ വിധിക്കുന്നതായിരിക്കും. ഏതായാലും യുവതിക്ക് കിട്ടിയ മുട്ടൻ പണി ഇനി ആരും ആവർത്തിക്കാതിരിക്കട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.